എന്താ മേഡം ഇവിടെ ഏതൊരു ലേഡിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്നല്ലേ എന്നോട് പറഞ്ഞത്? അതെ, അതിനാണല്ലോ നമ്മൾ വന്നത്. മേഡം ഇതെന്റെ വീടാണ് മാം. വാട്ട്? അതെ മാം. അപ്പോ ഭാവന ഭരത്തിന്റെ ആരാണ്? ചേച്ചിയാണ് മാം. അപ്പോ ഭരത്തിന്റെ അരങ്ങേറ്റം കൊള്ളാലോ ഭരത്തെ. ഭവനഭേദനവും ഗുണ്ടായുസവും കാണിച്ച് രണ്ടുപേരെ ഹോസ്പിറ്റലാക്കിയത് ഭരത്തിന്റെ ചേച്ചിയാണല്ലോ. അയ്യോ, ഒരിക്കലും ചേച്ചി അങ്ങനെ ഒരാളല്ല മാം. അങ്ങനെയുള്ള ആളല്ലാത്തത് കൊണ്ടാണോ ചേച്ചിക്കെതിരെ ഒരു മോഹൻദാസും മകൻ ജയേഷും കംപ്ലൈന്റ് തന്നത്? കമ്മീഷണർക്ക് ഡയറക്റ്റാണ് കംപ്ലൈന്റ് പോയിരിക്കുന്നത്. ജോലി കയറിയ ആദ്യത്തെ ദിവസം തന്നെ സ്വന്തം ചേച്ചിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട അവസ്ഥയാണല്ലോ ഭരത്തെ. പിന്നെ ഡ്യൂട്ടിക്കിടയിൽ സ്വന്തം ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല ഭരത്. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് പ്രതിയെ കസ്റ്റഡിയിലെടുക്ക. ഭരത്തിന്റെ ചേച്ചി ആയതുകൊണ്ട് ഞാനായിട്ട് പോയൊരു സീൻ ഉണ്ടാക്കുന്നില്ല. ഭരതി തന്നെ പോയി കസ്റ്റഡിയിലെടുക്ക. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ വേറെ നടപടി നോക്കാം. ഞാൻ പോകാം മാം. ഓക്കെ, ഇതാണ് കാക്കി അണിഞ്ഞ ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട ധൈര്യം. എനിക്കൊരു കോളുണ്ട്, ഭരത്ത് പോയിട്ട് വാ. നിങ്ങൾ കൂടെ ചെല്ല്. ശരി മാഡം. യെസ് സർ. ഞാൻ സ്റ്റേഷനിലല്ല. ഓക്കെ സർ, ഞാൻ സ്റ്റേഷനിലെത്തിയ ഉടനെ FIR ഇട്ടേക്കാം. ആ ഓക്കെ, ബാക്കി പ്രൊസീജിയേഴ്സ് ഞാൻ മെയിൽ ചെയ്തേക്കാം. ഞാൻ വിളിച്ചിട്ട് അകത്തേക്ക് വന്നാൽ മതി. ശരി സർ. സർ ഭരത്തേട്ട വന്നു. ഭരത്തെ, ഇവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നീ ഇപ്പൊ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്തുപറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്താടാ, എന്തുപറ്റി? ആദ്യമായിട്ട് ജോലിക്ക് കയറിയതിന്റെ യാതൊരു സന്തോഷം നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. ഭരത്തെ, എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? ഞാൻ എങ്ങനെ ചേച്ചിയോട് ഇത് പറയുന്നത്? എന്താ ഭരത്തേട്ടാ, എന്തു പറ്റി? ചുമ്മായിട്ട് വിഷമിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനിപ്പോ വന്നത് എന്തിനാന്ന് അമ്മയ്ക്കറിയോ? എന്റെ ആദ്യത്തെ ഡ്യൂട്ടി നിറവേറ്റാനാ. അതൊരു നല്ല കാര്യമല്ലേ? അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ആദ്യത്തെ ഡ്യൂട്ടി നിറവേറ്റാനോ? അതേട്ടാ.
മനസ്സിലായില്ല. ഞാനിപ്പോ വന്നത് ഭാവനേച്ചിയെ കസ്റ്റഡിയിൽ എടുക്കാനാ. എന്തുവാടാ നീ പറയുന്നത്? ഭാവനയെ കസ്റ്റഡിയിൽ എടുക്കാൻ? അതേമ്മേ. എന്താടാ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതോ ഞങ്ങളെ കൂടെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വന്നാണോ? ഭരത്തെ, നീ സ്വഭാവത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. സേതു ഇടപെടാതെ മാറങ്ങോട്ട്. എന്തുവാടി ഇവന്? നിനക്കിത് എന്തിന്റെ കേടാ? ചേച്ചി മറുപടി ഒന്നും പറയില്ല അമ്മേ. ചേച്ചിക്ക് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഭാവനജി മോഹനും മാമനെയും ജയേഷിനെയും വീട്ടിൽ കയറി തല്ലി പരിക്കേൽപ്പിച്ചു. അവരിപ്പോ ഹോസ്പിറ്റലിലാണ്. അവരാ നേരിട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തത്. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ACP മാം എന്നെയും കൂട്ടി വന്നത്. മേഡം പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, നീ വന്നോളെ പോയാ മതി. ഭാവന നിനക്ക് അറസ്റ്റ് ചെയ്യണല്ലടാ. സേതു മാറ്. എടാ നന്ദിയില്ലാത്തവനെ. മിണ്ടരുത് നീ. നിനക്ക് എങ്ങനെ തോന്നുന്നു നിന്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ? ഇറങ്ങി പൊക്കോ പറഞ്ഞ പുറത്തേക്ക്. കൊള്ളാം, ജോലിക്ക് കയറിയ ആദ്യ ദിവസം തന്നെ നിനക്ക് നിന്റെ ചേച്ചിയെ അറസ്റ്റ് ചെയ്ത് ഹീറോ ആവണം അല്ലേ? നീ ചെല്ലേ, നിന്റെ ഈ ഷോയൊക്കെ നിന്റെ അടുത്ത സ്റ്റേഷനിൽ മതി. അമ്മ, ഭരതനൊന്നും പറയരുത്. അവൻ അവന്റെ ഡ്യൂട്ടിയാ ചെയ്യാൻ വന്നത്. അവിടെ സ്വന്തം ബന്ധങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഭാവനെ, ഇവിടെ നിന്ന് നിന്നെ ഏതായാലും അവൻ കൊണ്ടുപോകത്തില്ല. യൂണിഫോം മാറി നിക്ക്. സേതുട്ട ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഭർത്ത ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആകാനാ ഞാൻ ഇവനെ പഠിപ്പിച്ചത്. അതിന് നിന്നെ തന്നെ അവൻ അറസ്റ്റ് ചെയ്യണോ? ഭരത്തെ, നിനക്കിതിനെങ്ങനെയാ കഴിയുന്നേ? ഭരത്തെ വേണ്ടടാ, ഇതൊന്നും കാണാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. ഭരത്തേട്ടാ, എനിക്ക് വേണ്ടിയാ ഭാവനേച്ചി അവിടെ പോയി തല്ലുണ്ടാക്കിയത്. ഭാവനേച്ചിക്ക് പകരം എന്നെ കൊണ്ടുപോക്കോ. ഭരത്തേട്ടാ, ഇത്രയും പേരുടെ കണ്ണീര് കണ്ടില്ലെന്ന് വെക്കാൻ ഭരത്തേട്ടന് പറ്റുമോ? മടങ്ങി പോ ഭരത്തേട്ടാ. ഭാനു, ഇല്ല, ഭരത്തേട്ടാ നമുക്ക് പോവാം. ഞാൻ വരാൻ കൂടെ.